ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൽഗോരിതം എന്ന കൺസെപ്റ്റാണ്. എന്താണ് അൽഗോരിതം? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം? വാട്ട് ഈസ് എ കോംപ്ലക്സിറ്റി ഓഫ് അൽഗോരിതം എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, അൽഗോരിതം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അൽഗോരിതം. നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എല്ലാ വ്യക്തികൾക്കും മനസ്സിലാവണമെന്നില്ല. ഓരോരുത്തരും ഓരോ രീതിയിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആവും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയുന്ന ആൾക്കാർക്കും എല്ലാ തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ളവർക്കും ഒരു കോമൺ ആയിട്ടൊരു പ്രോബ്ലം സോൾവിങ് മെത്തേഡ് വേണം. അങ്ങനെ ഒരു ആശയത്തിൽ നിന്നാണ് ഈ അൽഗോരിതം എന്ന കൺസെപ്റ്റ്. അതായത് അൽഗോരിതം ഒരു നാച്ചുറൽ ലാംഗ്വേജിൽ എഴുതുന്ന ഒരു കോഡാണ്, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതുന്ന ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നുവെന്ന് എഴുതുന്നു. ആ അൽഗോരിതം നമ്മൾ നമ്മുടേതായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഈ അൽഗോരിതം നമുക്ക് ഒരു സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ നമ്മൾ അവസാനം വരെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് അത് എഴുതുകയാണ് നമ്മൾ ഈ അൽഗോരിതത്തിൽ ചെയ്യുന്നത്. എന്തെല്ലാമാണ് ഒരു അൽഗോരിതത്തിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്? ഒരു അൽഗോരിതം എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്? അതായത് ഒന്നാമത് ഈ ഫിഗറിൽ അതിൻ്റെ 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. വെൽ ഡിഫൈൻഡ് ഇൻപുട്ട്, വെൽ ഡിഫൈൻഡ് ഔട്ട്പുട്ട്, ക്ലിയർ ആൻഡ് അൺആംബിഗസ്, ഫൈനൈറ്റ്നെസ്, ലാംഗ്വേജ് ഇൻഡിപെൻഡൻറ്റ്, ഫീസിബിൾ. ഇത്രയാണ് ഒരു അൽഗോരിതത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ക്ലിയർ ആൻഡ് അൺആംബിഗസ് എന്ന് പറയുന്നത് അൽഗോരിതം ക്ലിയർ ആയിരിക്കണം. ആ ഓരോ സ്റ്റെപ്പുകളും വളരെ വെൽ ക്ലിയർഡ് ആയിട്ടായിരിക്കണം എഴുതിയിരിക്കുന്നത്. അതുപോലെ അത് ഓരോ സ്റ്റെപ്പുകളും ഒരു സിംഗിൾ മീനിങ് ആയിരിക്കണം പറയുന്നത്, അല്ലാതെ അത് ഒരു അണാംബിഗസ് ആയിട്ട് പറയരുത്. അണാംബിഗസ് ഒരു സ്റ്റെപ്പുകൾ അതിലുണ്ടാവരുത്. അതാണ് ക്ലിയർ ആൻഡ് അണാംബിഗസ്. ദെൻ സെക്കൻഡ് വൺ, വെൽ ഡിഫൈൻഡ് ഇൻപുട്സ്. വെൽ ഡിഫൈൻഡ് ഇൻപുട്സ്. അൽഗോരിതം ഷുഡ് ടേക്ക് വെൽ ഡിഫൈൻഡ് ഇൻപുട്സ്. അൽഗോരിതത്തിൽ കൊടുക്കുന്ന ഇൻപുട്ട്, നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലത്തിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ 2 നമ്പർ ആഡ് ചെയ്യാനാണ് നമ്മളെ പ്രോബ്ലം എങ്കിൽ ആ ആഡ് ചെയ്യാൻ കൊടുക്കുന്ന ഇൻപുട്ടുകൾ അത് വെൽ ഡിഫൈൻഡ് ഇൻപുട്ടുകളായിരിക്കണം. അതേപോലെ വെൽ ഡിഫൈൻഡ് ഔട്ട്പുട്ട്സ്. അൽഗോരിതം ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കണം തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത്. ഫൈനൈറ്റ്നെസ്. അൽഗോരിതം മസ്റ്റ് ബി ഫൈനൈറ്റ്, ഷുഡ് നോട്ട് എൻഡ് അപ്പ് in an infinite loop or similar loops. ഇൻഫൈനൈറ്റ് ലൂപ്പുകൾ പോലുള്ള ലൂപ്പുകളിൽ പെട്ട് ഇത് ഇൻഫൈനൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യരുത്. ഇതൊരു ഫൈനൈറ്റ് ആയിട്ട് എവിടെയെങ്കിലും ഒരു അവസാനം ഉണ്ടായിരിക്കണം. അതാണ് ഫൈനൈറ്റ്നെസ്. ഫീസിബിൾ ആയിരിക്കണം. അൽഗോരിതം സിമ്പിൾ, ജനറിക് ആൻഡ് പ്രാക്ടിക്കലി സോൾവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം അൽഗോരിതം. ഫ്യൂച്ചറിലുള്ള ടെക്നോളജീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യരുത്. അത് ഫീസിബിൾ ആയിരിക്കണം. ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയ ടെക്നോളജി ഉപയോഗിച്ചായിരിക്കണം ആ അൽഗോരിതം എഴുതിയിട്ടുള്ളത്. ലാംഗ്വേജ് ഇൻഡിപെൻഡൻറ്റ്. അൽഗോരിതം മസ്റ്റ് ബി ലാംഗ്വേജ് ഇൻഡിപെൻഡൻറ്റ്. പല രീതിയിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെയും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജോട് റിലേറ്റ് ചെയ്ത് നിൽക്കരുത്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്കും ഈ ഒരു അൽഗോരിതത്തിനെ മാറ്റാൻ കഴിയണം. ആ രീതിയിലായിരിക്കണം ഈ അൽഗോരിതത്തിൻ്റെ ഒരു സ്ട്രക്ചർ. കോംപ്ലക്സിറ്റി ഓഫ് അൽഗോരിതം. ഇനി കോംപ്ലക്സിറ്റി ഓഫ് അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ അൽഗോരിതത്തിൻ്റെ അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഈ കോംപ്ലക്സിറ്റി ഓഫ് അൽഗോരിതം. ഒരു പ്രോബ്ലം തന്നെ നമുക്ക് പല രീതിയിൽ സോൾവ് ചെയ്യാം. അപ്പോൾ പല രീതിയിൽ സോൾവ് ചെയ്യുന്ന നേരത്ത് ഏതാണോ ബെസ്റ്റ് അൽഗോരിതം എന്ന് ഫൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷറാണ് ഈ കോംപ്ലക്സിറ്റി ഓഫ് അൽഗോരിതം. Complexity of algorithm depend on 2 factors. First one is time factor and the second one space factor. Time factor is measured by counting the number of key operations.
നമ്പർ ഓഫ് കീ ഓപ്പറേഷൻസ് കൗണ്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ടൈം ഫാക്ടർ. നമ്പർ ഓഫ് കീ ഓപ്പറേഷൻസ് വന്നത് നമ്പർ ഓഫ് കമ്പാരിസൺസ്. ഇപ്പോൾ ഒരു സോർട്ടിങ് അൽഗോരിതം ആണെങ്കിൽ സോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് കമ്പാരിസൺ, ഈ കാര്യങ്ങളൊക്കെയാണ് കീ ഓപ്ഷനുകളുടെ നമ്പർ, എത്രത്തോളം കമ്പാരിസൺസ് ഉണ്ട് എന്നതാണ് ഈ ടൈം ഫാക്ടർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് കമ്പാരിസൺ കൂടുന്തോറും ടൈം കൂടും, അതാണ് ഈ ടൈം ഫാക്ടർ. സ്പേസ് ഫാക്ടർ എന്ന് പറയുന്നത് കൗണ്ടിങ് ദി മാക്സിമം മെമ്മറി സ്പേസ് റിക്വയർഡ് ബൈ ദി അൽഗോരിതം. ആ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാക്സിമം മെമ്മറിയാണ് സ്പേസ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് സ്പേസും ടൈമുമാണ് രണ്ട് ഫാക്ടേഴ്സ്, ഒരു അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി നിർണ്ണയിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ്. ദെൻ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്, സ്പേസ് കോംപ്ലക്സിറ്റി ഇസ് അൽഗോരിതം refers to amount of memory that is algorithm requires to execute and get the result. അതായത് എമൗണ്ട് ഓഫ് മെമ്മറി ആണ് സ്പേസ് കോംപ്ലക്സിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. സ്പേസ് ഫാക്ടർ ആണ് ഈ സ്പേസ് കോംപ്ലക്സിറ്റിയിൽ മെഷർ ചെയ്യുന്നത്. ദെൻ അത് സ്പേസ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് ഇൻപുട്ടുകൾ, അതേപോലെ നമ്പർ ഓഫ് ഔട്ട്പുട്ടുകൾ, ഇതൊക്കെ ഈ സ്പേസ് കോംപ്ലക്സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. അതേപോലെ ടെമ്പററി ഓപ്പറേഷൻസുകൾ, ഇതെല്ലാം സ്പേസ് കോംപ്ലക്സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അതായത് നമ്പർ ഓഫ് ഇൻപുട്ടുകൾ കൂടുന്നതനുസരിച്ച് സ്പേസ് കൂടും, നമ്പർ ഓഫ് ഔട്ട്പുട്ടുകൾ കൂടുന്നതനുസരിച്ച് സ്പേസ് കൂടും. അതിന് ഇൻ്റർമീഡിയറ്റായി ഉപയോഗിക്കുന്ന വേരിയബിൾസ് അതിൻ്റെ സ്പേസ് കൂട്ടും, പ്രോഗ്രാമിൻ്റെ സൈസ് അതിൻ്റെ സ്പേസ് കൂട്ടും. ഇതൊക്കെയാണ് സ്പേസ് കോംപ്ലക്സിറ്റി. ദെൻ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് ദിസ് അൽഗോരിതം റിക്വയർസ് ടു എക്സിക്യൂട്ട് ആൻഡ് ഗെറ്റ് ദ റിസൾട്ട്. എമൗണ്ട് ഓഫ് ടൈമാണ് ഈ ടൈം കോംപ്ലക്സിറ്റിയിൽ മെഷർ ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് ടൈം എന്ന് പറയുന്നത് ഓപ്പറേഷനുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം. പല ടൈമിലായിരിക്കും ഉണ്ടാവുക. ഒരു ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ടൈം കൂടും. അതേപോലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ടൈം കോംപ്ലക്സിറ്റി ഉണ്ടായിരിക്കുക. എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദി പ്രോഗ്രാം, അതാണ് ടൈം കോംപ്ലക്സിറ്റി.